ഒരാൾ ഭക്ഷണം കഴിക്കണ കണ്ടോ? കിടന്നേ കഴിക്കുള്ളൂ. ചോറ് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ 2 ബിസ്ക്കറ്റും കൂടി ഇട്ട് കൊടുത്തു. ചോറും മീനുമാണ് കേട്ടോ, വേവിച്ച മീനും ചോറും. രാവിലെ എന്നും വേറെ പട്ടികൾ വരും അവളെ ഇവിടുന്ന് ഓടിക്കാനായിട്ട്. അവൾക്കങ്ങനെ അലഞ്ഞു നടക്കാൻ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് അവളിവിടെ പുറകിൽ കണ്ട അവിടെ കിടക്കും. അവിടെ അവൾക്ക് വെള്ളം വെച്ചേക്കാണ്. പക്ഷേ ഈ സൈഡിൽ കൂടി നമ്മുടെ മതിലുണ്ടെങ്കിലും പുഴയുടെ സൈഡിൽ കൂടി വേറെ പട്ടികൾക്ക് വരാൻ പറ്റും. ആ വശത്തു കൂടെയും വരാൻ പറ്റും, പള്ളിയുടെ സൈഡിൽ കൂടി. പട്ടികളെല്ലാം കൂടെ വന്ന് അവളെ കൂടെ വിളിക്കും. പക്ഷെ അവൾ പോവില്ല. അവൾക്ക് അവരുടെ കൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനായിട്ട് ഇഷ്ടമില്ല, പാവം. അവൾ ഈ വീട് അവളുടെ സ്വന്തം പോലെ കരുതി. നമ്മുടെ വീടിനകത്തേക്കൊന്നും അവൾക്ക് വരാൻ പറ്റില്ല. ഇവിടെയും ഗേറ്റ് ഉണ്ട്, ഫ്രണ്ടിലും ഗേറ്റ് ഉണ്ട്. ഗേറ്റ് ഒന്നും ചാടി അവൾ അകത്തേക്ക് വരില്ല. ഇവിടെ ഷീറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ ചോട്ടിൽ മഴ വരുമ്പോൾ കിടക്കും. ആർക്കും ഒരു ശല്യമില്ല. പക്ഷേ ഈ പുറകിലെ പ്ലാവിൽ നിറയെ ചക്കയുണ്ട്. ആ പള്ളിയുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും ചക്ക നോക്കുമോ, അതിൻ്റെ അടുത്തേക്ക് വരികയോ ചെയ്താൽ അവൾ നന്നായിട്ട് കുരയ്ക്കും. അപ്പം ഞാനും വിചാരിക്കും, ഇങ്ങനെ ആക്രി വെറുക്കുന്ന ആൾക്കാരൊക്കെ പുറകെ കൂടെ വന്ന് പുറകിൽ കുറേ ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് എടുത്തുകൊണ്ട് പോകണ്ട, അവിടെ കാവൽക്കാരായിട്ട് അവിടെ കിടന്നോട്ടെ. ചോറുണ്ണാൻ വലിയ ഇഷ്ടമില്ല അവൾക്ക്. ബിസ്ക്കറ്റ് ആദ്യം തിന്നു. അപ്പോൾ കിടന്ന് തിന്ന് ഞാൻ വന്നപ്പോൾ എഴുന്നേറ്റ് തിന്നു. അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കൊടുത്താലും കിടന്നേ കഴിക്കുള്ളൂ. അത്രയ്ക്കും വയ്യ അവൾക്ക്. ഇനി വയസ്സായിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ.